വാർത്തകൾ വിശദമായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിച്ചു വളരുന്നതിനായി സംസ്ഥാന സർക്കാർ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ. ഏറ്റുമാനൂരിൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വാർഷിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂരിൽ നവകേരള സദസ്സിലെ പ്രഭാത യോഗത്തിലെത്തിയ സങ്കീർത്തന എന്ന കുട്ടി ഈ നയത്തിന്റെ പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സങ്കീർത്തനയുടെ പൈലറ്റാകണമെന്ന ആഗ്രഹം സാക്ഷാത്കരിച്ചത് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണെന്നും വിദേശത്ത് MBBS പഠനത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനുമായി നിരവധി വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകി വകുപ്പ് അവരെ കൈപിടിച്ച് ഉയർത്തിയെന്നും മന്ത്രി പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ നമ്മുടെ നാടിന്റെ അഭിമാനം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വന്നിരിക്കുന്നു. 2 ആദ്യത്തെ സയൻസ് പാർക്ക് കേരളത്തിൽ വന്നിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നൊവേഷൻ സെന്ററുകളും ആരംഭിച്ചിരിക്കുന്നു. പുതിയ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി ഇപ്പോൾ ആരംഭിച്ചത് റോബോട്ടിക് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് അതിനൂതനമായ ആശയങ്ങളും ഒപ്പം അതിന്റെ പ്രായോഗിക രൂപവും സംസ്ഥാന ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ട് പ്രത്യേകിച്ചും പട്ടികവർഗ വികസന വകുപ്പിൽ നമുക്ക് വലിയ രൂപത്തിലുള്ള മുന്നേറ്റം കൊടുക്കുകയാണ്. ചടങ്ങിൽ ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടികര അധ്യക്ഷത വഹിച്ചു. തോമസ് ചാഴിക്കാടൻ MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15.37 ലക്ഷം രൂപ വിനിയോഗിച്ച് വാങ്ങിയ സ്കൂൾ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് MP നിർവഹിച്ചു. GMRS പ്രഥമാധ്യാപിക വി ലത റിപ്പോർട്ട് അവതരണം നടത്തി. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ജോർജ് പുല്ലാട്ട്, ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സിബി വെട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV മേഖലയെ തകർക്കുന്ന KSEB നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനുവരി 31 കരിദിനമായി ആചരിക്കാൻ COA സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. വൈദ്യുതി ബോർഡിന്റെ എല്ലാ ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിലും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. ടെലികോം കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരക്കുകൾ ഇന്റർനെറ്റ് നൽകുന്ന ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് കൂടി ബാധകമാണെന്ന സർക്കുലർ മുമ്പ് KSEB ഇറക്കിയിരുന്നു. ഇതിനെതിരെ സമരം ചെയ്തതിന്റെ ഫലമായി അത്തരം കടുത്ത നിബന്ധനകളിൽ നിന്ന് KSEB പിന്മാറി. തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനകൾ കൂടി ഉൾപ്പെടുന്ന സബ് കമ്മിറ്റി സമർപ്പിച്ച നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലുമാണ്. ഇതിനിടയിലാണ് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്ന് KSEB ഉത്തരവിട്ടിട്ടുള്ളതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും COA ഭാരവാഹികൾ പറഞ്ഞു. ചെറുകിട സംരംഭകരായ കേബിൾ TV ഓപ്പറേറ്റർമാരെ ഇത്തരം കടുത്ത നടപടികൾ ബാധിക്കും. സാധാരണക്കാരായ സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കുകയാണ് ചില ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും COA ഭാരവാഹികൾ ആരോപിച്ചു. ഡിസംബർ 28-ാം തീയതി സമരം നടത്തിയതിൻ്റെ ഭാഗമായി 2022 ഡിസംബർ 28-ാം തീയതിയാണ് സമരം നടത്തിയത്. അതിൻ്റെ ഭാഗമായി അത്തരം കടുത്ത നിബന്ധനകളിൽ നിന്ന് KSEB പിൻവലിയാൻ തയ്യാറായി. എന്ന് മാത്രമല്ല, കേബിൾ TV ഓപ്പറേറ്റർമാരുമായി അവരുടെ സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സബ് കമ്മിറ്റി രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റി കുറേ നിർദ്ദേശങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. പരിഗണനയ്ക്ക് വിധേയമായി നിലനിൽക്കുന്ന അവസരത്തിൽ തന്നെയാണ് വൈദ്യുതി ബോർഡ് പുതിയ ഉത്തരവിറക്കിക്കൊണ്ട് ഓരോ കേബിളിനും പ്രത്യേകം നിരക്ക് വേണമെന്നും എല്ലാ കേബിളിലും ടാഗ് ചെയ്തില്ലെങ്കിൽ അത് വിച്ഛേദിക്കുമെന്നും ഇത് ഈ ജനുവരി 31 പൂർണ്ണമായും അഴിച്ച് മാറ്റിയില്ലെങ്കിൽ എല്ലാ കേബിളുകളും ഡിസ്മാൻഡിൽ ചെയ്യുമെന്ന രീതിയിലുള്ള വലിയ കടുത്ത നിബന്ധനകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പാടെ തകർക്കുന്നതിനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും കെടുകാര്യസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ തമ്മിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ ഭാഗത്തു നിന്നുള്ള സ്വാധീനം കൊണ്ടോ അവർക്ക് മാത്രം നിലനിൽക്കുകയും കേബിൾ TV ഓപ്പറേറ്റർമാരെ വൈദ്യുതി പോസ്റ്റുകളിൽ നിന്ന് കേബിൾ ഒഴിവാക്കിക്കൊണ്ട് അവരെ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യാനുള്ള വലിയ ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. KSEBയുടെ ഇപ്പോഴത്തെ തീരുമാനം നടപ്പിലായാൽ കേരളത്തിലെ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമുള്ള സർവീസുകൾ തടസ്സപ്പെടും. ചെറുകിട സംരംഭകരുടെ ജീവിതത്തെയും ഇത് ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി KSEB ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും കരിദിനമാചരിക്കാനും തീരുമാനിച്ചതെന്ന് COA ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ PS രജനീഷ് എന്നിവർ പങ്കെടുത്തു.
ഭാരതത്തിൽ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ടെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ മുൻ MP ഫ്രാൻസിസ് ജോർജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റി രാമങ്കരിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീണ്ടും ഒരിക്കൽ കൂടി BJPയും മോദിയും അധികാരത്തിൽ വന്നാൽ ഭാരതത്തിന്റെ അടിസ്ഥാന ശിലകളായ മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്നിവയ്ക്ക് പകരം മതാധിപത്യവും മുതലാളിത്തവും ഏകാധിപത്യവുമായിരിക്കും ഉണ്ടാകുകയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. കുട്ടനാടിനെയും ഇവിടുത്തെ കർഷകരെയും സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നാൽ സാധാരണ ജനത്തെയും കർഷകരെയും മറന്നുള്ള ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ട് കൃഷി ചെയ്ത് ഈ കാർഷിക മേഖലയിൽ ഇന്നും നിൽക്കും. നിങ്ങളെല്ലാവരും കൃഷിക്കാരാണ്. ഇതിൽ കൃഷിക്കാരില്ലാത്തവരാരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റെന്തെങ്കിലുമൊക്കെ ജോലികൾക്ക് പോകുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി എല്ലാവരും കൃഷിക്കാരും കർഷക കുടുംബങ്ങളിൽപ്പെട്ടവരുമാണ്. നിങ്ങളുടെ കാരണവന്മാരായിട്ട് തന്നെ ഈ മേഖലയിൽ കൃഷി ചെയ്തു വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള കേരളത്തിന് തന്നെ വലിയൊരു ഉത്തരവാദിത്വവും ബാധ്യതയുണ്ട് കുട്ടനാടിന്. ഇത്രയും ത്യാഗം സഹിച്ച് ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട് വെള്ളപ്പൊക്കം വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്നത് പോലെ കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ കൃഷിയുമായി ഇവിടെ പിടിച്ചു നിൽക്കുന്നതും ഇതുമായി മുന്നോട്ട് പോകുന്നതും. വാസ്തവത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് തന്നെ ഗവൺമെന്റിനും ജനങ്ങൾക്കും വലിയ കടപ്പാടും വലിയ ഉത്തരവാദിത്വമുണ്ട്. കുട്ടനാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാനും കർഷകരെ സംരക്ഷിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള വളരെ ആലോചിച്ചുറപ്പിച്ചുള്ള തീവ്രമായിട്ടുള്ള അടിയന്തര നടപടികളാണ് വാസ്തവത്തിൽ വേണ്ടത്. പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിക്കെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും കേരളത്തിൽ ഇത്തവണ ഉണ്ടാവുക. ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ 20 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോസ് കോയിപ്പള്ളി, റോയ് ഊരാംവേലി, സാബു തോട്ടുങ്കൽ, തോമസ് കുട്ടി മാത്യു, പ്രകാശ് പനവേലി, ജോസ് കാവനാടൻ, CT തോമസ്, ബൈജു ചെറുകാട് തുടങ്ങിയവർ സംസാരിച്ചു. ബാലസൗഹൃദ സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ. കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ നാടാണ് കേരളമെന്നും ഏത് രീതിയിൽ നോക്കിയാലും കേരളത്തിന്റെ സാമൂഹിക പുരോഗതി മികച്ചതാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ പത്തനംതിട്ട ദത്തെടുക്കൽ കേന്ദ്രത്തിന്റെ ഓമല്ലൂർ അമ്പലം ജംഗ്ഷൻ ഐമാലി ഈസ്റ്റിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ. കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന നയം ഈ രംഗത്ത് ബാലസൗഹൃദ കേരളം എന്നാണ്. ഒരു നല്ല പേരാണ്, ബാലസൗഹൃദ കേരളം. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇന്ത്യയിൽ കുട്ടികൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. കുട്ടികളുടെ ശിശു മരണ നിരക്ക് പരിശോധിച്ചാൽ കേരളം 0യിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. അക്കാര്യത്തിൽ ഇന്ത്യയിൽ മാനവ വികസന സൂചികകൾ പലതും, ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞത്, പോഷകാഹാരക്കുറവ് ഉള്ള കുട്ടികളുടെ എണ്ണം തുടങ്ങി മാനവ വികസന സൂചികകൾ പലതുകൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെട്ടത്. ആ കാര്യങ്ങളിലെല്ലാം കേരളം താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ്. ബാലസൗഹൃദ കേരളം എന്ന ആശയത്തിലൂന്നിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജില്ലാ കളക്ടർ A. ഷിബു പറഞ്ഞു. സംസ്ഥാനത്ത് ഒരു കുട്ടി പോലും അനാഥനാകാൻ പാടില്ല. കുട്ടികളുടെ പരിചരണം ഏറെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ജീവനക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യമൊരുക്കണമെന്നും സമിതിയുടെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കളക്ടർ പറഞ്ഞു. അഡോപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസിയായിട്ട് തോന്നാമെങ്കിലും അതിലൊരുപാട് നിയമപ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാം. കാരണം ഒരു കുട്ടിയെ മറ്റുള്ളവർ മാതാപിതാക്കളായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് വളർത്തുകയാണ്. ഭാവിയിൽ കുട്ടിക്ക് വല്ല മാറ്റം സംഭവിക്കാം. അതുപോലെ പഴയ പാരൻസ് ക്ലെയിംസ് തൊട്ട് വരാം. അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു ചെയ്യേണ്ട കാര്യമാണ് അഡോപ്ഷൻ കേസ്. അപ്പോൾ അക്കാര്യത്തിൽ ഈ നമ്മുടെ സംസ്ഥാന ശിശുക്ഷേമ സമിതി, ജില്ലാ ശിശുക്ഷേമ സമിതികളൊക്കെ വളരെ ശ്രദ്ധേയകരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചു വരുന്നത്.
ചടങ്ങിനോടനുബന്ധിച്ച് ജൈവ പച്ചക്കറി നടിയിൽ ഉത്സവവും സംഘടിപ്പിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് പി സുമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലന്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഇന്ദിരാദേവി, ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ വിളവിനാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ സി അജയൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് ലേണിംഗ് സെന്ററിൽ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമുള്ള പരിശീലനം ആരംഭിച്ചു. കോഴിക്കോട് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായ 20ഓളം പേരാണ് 29, 30 തീയതികളിലായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ള വേറിട്ടതും മികവാർന്നതുമായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനെ ലേണിംഗ് സെന്ററായി തിരഞ്ഞെടുത്തത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം രാജ്യത്ത് 8 അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ 3 അവാർഡ് കിട്ടിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ ജില്ല. നമ്മൾ ഇന്ന് എല്ലാവരും പക്ഷേ വനിതാ ശാക്തീകരണത്തിന് എന്താണ് മാതൃകയെന്ന് ചോദിച്ചാൽ കണ്ണടച്ചുകൊണ്ട് നമുക്ക് പറയാം അത് കുടുംബശ്രീ സമിതിയാണ്. ലോകത്ത് തന്നെ അത്ഭുതത്തോടെ ഞാൻ ഈ കഴിഞ്ഞ ആസാദിക്ക് അമൃത് വർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കേരളത്തെ പ്രദാനം ചെയ്ത് ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നെയായിരുന്നു അത് തീരുമാനിച്ചത്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ പറയുമ്പോൾ അവര് കൈയടിച്ച് ആ ഹാള് മുഴുവൻ നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ഞാൻ പറഞ്ഞത് ആ കുടുംബശ്രീ സംവിധാനത്തിന് ഏറ്റവും ആദ്യം ഒരു സംവിധാനത്തോടു കൂടി പോയ ജില്ലയും അന്ന് ബഹുമാനനായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ മണ്ഡലം. ഉദ്ഘാടന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരമ്യ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, IRTC കോർഡിനേറ്റർമാർ, ICDS സൂപ്പർവൈസർ വിനീത എന്നിവർ ക്ലാസ് എടുത്തു. പരിപാടികളുടെ വീഡിയോ പ്രദർശനവും പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഫീൽഡ് വിസിറ്റും സംഘടിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിനി ജോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT വിനോദ് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷില്ലി അലക്സ്, മെമ്പർമാരായ മോനിച്ചൻ ആന്റണി, ലതീഷ് കുമാർ, ഡോളീസ് കറിയ, മെർലിൻ ബൈജു, എബ്രഹാം ചാക്കോ, ലിബിമോൾ വർഗീസ്, കില കോർഡിനേറ്റർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. റാബി സീസൺ ഡിജിറ്റൽ ക്രോപ്പ് സർവേക്ക് മാന്നാറിൽ തുടക്കമായി. കൃഷിഭവന്റെ നേതൃത്വത്തിൽ മാന്നാർ വില്ലേജിലെ 11 വാർഡുകളിലും കുരട്ടിശ്ശേരി വില്ലേജിലെ 7 വാർഡുകളിലുമാണ് ക്രോപ്പ് സർവേ നടപ്പിലാക്കുന്നത്. കേന്ദ്ര ഡിജിറ്റൽ കാർഷിക വിവരസങ്കേതം അഗ്രിസ്റ്റാക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള റാബി സീസണിലെ ഡിജിറ്റൽ ക്രോപ്പ് സർവേക്ക് മാന്നാറിൽ തുടക്കമായി. IT അധിഷ്ഠിത സാങ്കേതിക വിദ്യകളെയും വിവിധ ഡാറ്റാബേസുകളെയും സമാഹരിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും കാർഷിക മേഖലയുടെയും സമഗ്രമായ വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 3 തലങ്ങളിലായാണ് അഗ്രിസ്റ്റാക്കിനെ വികസിപ്പിക്കുന്നത്. 1ാം ഘട്ടത്തിൽ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം അവരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കൂടി റവന്യൂ വകുപ്പിന്റെ ഡാറ്റയുമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം അഗ്രിസ്റ്റാക്കിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. 2ാം ഘട്ടത്തിൽ കർഷകരുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ വില്ലേജ് മാപ്പുകളിൽ അടയാളപ്പെടുത്തുകയും 3ാം ഘട്ടത്തിൽ ഓരോ കൃഷിയിടത്തിലുമുള്ള വിളകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് കൃഷിയുടെ വിവരങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇത്തരത്തിൽ കർഷകരുടെയും കൃഷിഭൂമിയുടെയും വിളകളുടെയും വിവരങ്ങൾ ലഭ്യമായി കഴിഞ്ഞാൽ അർഹരായ കർഷകർക്ക് വിവിധ സംസ്ഥാന കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുവാൻ കഴിയും. കൃഷിഭവന്റെ നേതൃത്വത്തിൽ മാന്നാർ വില്ലേജിലെ 11 വാർഡുകളിലും കുരട്ടിശ്ശേരി വില്ലേജിലെ 7 വാർഡുകളിലുമാണ് ക്രോപ്പ് സർവേ നടപ്പിലാക്കുന്നത്. മാന്നാർ പഞ്ചായത്തിൽ തെരഞ്ഞെടുത്ത സർവേയർമാർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കുമുള്ള ഫീൽഡ് തല പരിശീലനം IT സെൽ ഡെപ്യൂട്ടി മാനേജർ പ്രദീപ് മാന്നാറിലെത്തി നൽകി. പരിശീലനം ലഭിച്ച സർവേ വോളണ്ടിയർമാർ വരും ദിവസങ്ങളിൽ മാന്നാർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും കൃഷിയിടങ്ങൾ സന്ദർശിച്ച് സർവേ നടത്തുന്നതാണ്. മാന്നാർ പഞ്ചായത്തിൽ നടത്തുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിജയപ്രദമായി പൂർത്തീകരിക്കുന്നതിന് ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ അഭ്യർത്ഥിച്ചു. ചങ്ങനാശ്ശേരി പെരുന്ന ശ്രീ മുരുക റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ നിയമസഹായ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശിവഗംഗ ഓഡിറ്റോറിയത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. റെസിഡൻസ് അസോസിയേഷന്റെ പുതുവത്സര ആഘോഷ പരിപാടികളോടനുബന്ധിച്ചാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി പോലീസ് വനിതാ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KN അംബിക ക്ലാസ് നയിച്ചു. അസോസിയേഷന്റെ പുതുവത്സര കുടുംബ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു.
1997 ജനുവരി 30 പുന്നപ്രയിൽ ആരംഭിച്ച തെരുവു മക്കളുടെ അഭയ കേന്ദ്രമാണ് ശാന്തിഭവൻ. സേവനത്തിന്റെ 28 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഈ മാസം 30 ശാന്തിഭവനിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാത്യു ആൽബിന്റെ നേതൃത്വത്തിൽ 28 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് പുന്നപ്ര ശാന്തിഭവൻ സർവോദയ പങ്കുവയ്ക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. 1997 ജനുവരി 30 തെരുവിൽ നിന്ന് കണ്ടെത്തിയ ഒരാൾക്ക് അഭയം നൽകി ആരംഭിച്ച കേന്ദ്രമെന്ന് നിരവധി അശരണരെയാണ് സംരക്ഷിക്കുന്നത്. മനോനില തെറ്റിയ പലരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ശാന്തിഭവന് കഴിഞ്ഞു. സേവന പ്രവർത്തനങ്ങൾ 28 വർഷം പൂർത്തിയാവുന്ന ജനുവരി 30 വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. 1997 ജനുവരി 30 ഒരു അന്തേവാസിയുമായി തുടങ്ങിയ സ്ഥാപനം ഇന്ന് 100-ൽ പരം അന്തേവാസികളെ നിലവിൽ 100-ൽ പരം അന്തേവാസികൾ കഴിയുന്നുണ്ട്. കേരള സർക്കാരിന്റെ പ്രത്യാശാ പദ്ധതി പ്രകാരം ഇന്ത്യയുടെ നാനാഭാഗത്തുള്ള അവരുടെ സ്വഭവനങ്ങളിൽ നിരവധി പേരെ എത്തിക്കുവാനും ശാന്തിഭവന് ആയിട്ടുണ്ട്. കിടപ്പ് രോഗികള്, കാഴ്ചയില്ലാത്തവരെ, ക്ഷയരോഗികള്, ഇങ്ങനെ ഉള്ളവരാണ് കൂടുതലും ശാന്തിഭവനിൽ കഴിയുന്നത്. തെരുവിൽ മനോനില തെറ്റി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നവരെ പോലീസുകാരും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും ചേർന്നാണ് ശാന്തിഭവനിൽ എത്തിക്കുന്നത്. 28 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ വിപുലമായ പരിപാടികളാണ് സംഘാടകർ ഒരുക്കുന്നത്. ജനുവരി 30 ഉച്ചകഴിഞ്ഞ് 3 മുതൽ വൈകിട്ട് 7 വരെയാണ് വാർഷിക ആഘോഷ പരിപാടികൾ. സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലയിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ശാന്തിഭവൻ ഭാരവാഹികളായ PL ജിജിമോൻ, ബിനോയ് തങ്കച്ചൻ, ജോർജ് പരുത്തിയിൽ, M സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. 100ന്റെ നിറവിലെത്തിയ ഗുരുശ്രേഷ്ഠന് ആദരവ്. കണ്ടങ്കരി ദേവിവിലാസം ഹൈസ്കൂളിൽ പ്രഥമാധ്യാപകനായി 3 പതിറ്റാണ്ടിലേറെക്കാലം സേവനമനുഷ്ഠിച്ച പച്ച ചെക്കിടിക്കാട് ലക്ഷ്മി നിവാസിൽ ഗോപിനാഥൻ പിള്ളയ്ക്കാണ് BJP പ്രവർത്തകർ ആദരവ് നൽകിയത്. 100ന്റെ നിറവിലെത്തിയ ഗുരുശ്രേഷ്ഠനെ BJP പ്രവർത്തകർ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകത്തിന്റെ ഛായാചിത്രം സമർപ്പിക്കുകയും ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് PK വാസുദേവൻ, തകഴി മണ്ഡലം പ്രസിഡന്റ് D സുഭാഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ, മണ്ഡലം കമ്മിറ്റി അംഗം MC ശങ്കരൻകുട്ടി, കർഷക മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം G ഹരികുമാർ, ബൂത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞവും കലശ കളഭ മഹോത്സവവും ജനുവരി 31 രാവിലെ 7 മണിക്ക് നാരായണീയം പാരായണത്തോടെ ആരംഭിക്കും. വൈകിട്ട് 6 മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചു. വൈകിട്ട് 7 ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി കൊടക്കാട്ടുമഠം ഭദ്രദീപ പ്രകാശനം നടത്തും. തുടർന്ന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം നടത്തും. ഫെബ്രുവരി 1 മുതൽ 7 വരെ സപ്താഹയജ്ഞവും 8 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമനയില്ലം S ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 108 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും കലശവും കളഭ മഹോത്സവവും നടക്കും. വൈകിട്ട് 6 കല്ലമ്പള്ളിൽ ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദേശതാലപ്പൊലി തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടുകൂടി 2024 തിരുവുത്സവത്തിന് സമാപനം കുറിക്കും. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി ചേർന്ന ആലോചനാ യോഗത്തിൽ പ്രസിഡന്റ് VN ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK ഹരിദാസ്, KP കലേഷ് കുമാർ, PR ജയരാജ്, KG ഗോപകുമാർ, M അനീഷ് കുമാർ, M അമ്മിൽ, ദീപ രാധാകൃഷ്ണൻ, സുജാത സുരേഷ്, അംബിക കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞവും കലശ മഹോത്സവവും ജനുവരി മാസം 31 നാരായണീയത്തോടുകൂടി ആരംഭിക്കുകയാണ്. ജനുവരി മാസം 31 വൈകുന്നേരം 5 മണിക്ക് മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്ര തേവലക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് ശബരിമല മുൻ മേൽശാന്തി കൊടക്കാട്ടുമഠം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനം ചെയ്യുന്നതോടുകൂടി ഈ വർഷത്തെ സപ്താഹ കലശ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ബ്രഹ്മശ്രീ പിരളിയില്ലം പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനായിട്ടുള്ള സപ്താഹ വേദിയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ വിപുലമായി തന്നെയാണ് ഈ വർഷവും സപ്താഹവേദി ഒരുങ്ങിയിട്ടുള്ളത്. കിടങ്ങറ ശ്രീ ചെറുവള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിലെ 6ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി.
പ്രശസ്ത കവിയും മാധ്യമപ്രവർത്തകനുമായ കാവാലം ശശികുമാർ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 4 വരെയാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കിടങ്ങറ ശ്രീ മാമ്പില ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും വൈകിട്ട് 4-ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട് 6-ന് ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ദീപാരാധനയ്ക്ക് ശേഷം ആനക്കൊട്ടിലിന്റെ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം തന്ത്രി ചീരക്കാട്ടില്ലം ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വിനോദ് കിഴക്കേ പുളിവേലിൽ, ശ്രീഹരി വൃന്ദാവനം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭാഗവത സപ്താഹ യജ്ഞത്തിന് ബ്രഹ്മശ്രീ വള്ളികുന്നം സുരേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ. ഫെബ്രുവരി 5 മുതൽ 12 വരെയാണ് ക്ഷേത്രത്തിലെ തിരുവുത്സവം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.